Hi everyone, I'm Dr. Varsha and welcome to Dr. Varsha's Eye Space. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൃദയാരോഗ്യവും ഡയബറ്റിസുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെട്ടിട്ടുള്ളതാണോ എന്നുള്ളത്. കാരണം ഹൃദയ രോഗലക്ഷണങ്ങൾ ഡയബറ്റിസ് ഉള്ളവരിൽ ഒരു സിംറ്റവും കാണിക്കാതെയാണ് അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായി ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയബറ്റിസ് എങ്ങനെ ഹൃദയത്തെ ബാധിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾക്ക് മുന്നറിയിപ്പ് ലക്ഷണങ്ങളായിട്ട് നമ്മളെ ബോഡിയിൽ എന്തൊക്കെ കാണുന്നുണ്ട്, അതുപോലെ ഇന്ന് മുതൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉള്ളതാണ്. ഈ ഹൃദയാരോഗ്യം ആയി ബന്ധപ്പെട്ട് ഡയബറ്റിസിൽ ഉണ്ടാവുന്ന സിംറ്റംസ് അത് മാത്രമായി റിലേറ്റഡ് ആയിരിക്കില്ല. പിന്നെ BP, കൊളസ്ട്രോൾ അതുപോലുള്ള ബുദ്ധിമുട്ടുകളും കൂടി ചേർന്ന് ഒരു സിവിയർ സിംറ്റംസ് ആയിട്ടായിരിക്കാം ലേറ്റസ്റ്റ് സ്റ്റേജിൽ കാണിക്കാം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഡയബറ്റിസ് ഉള്ളവരിൽ മരണത്തിന് ഏറ്റവും പ്രധാന കാരണമാകുന്നത് ഹൃദയരോഗമാണ്. ഹൃദയരോഗം എന്ന് പറയുമ്പോൾ ഹൃദയാഘാതമാവാം, അല്ലെങ്കിൽ ഹൃദയത്തിലെ രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന ബ്ലോക്ക്, ഹൃദയ ദൗർബല്യം, പിന്നെ സ്ട്രോക്ക് പോലുള്ളവയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് അധികം അതും സിംറ്റംസ് ഒന്നും ഇല്ലാതെയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൂടിയ അളവിൽ ഷുഗർ ഉണ്ടാകുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകളുടെ ഉൾഭാഗമാണ് ഇത് നശിപ്പിക്കുന്നത്. മെയിനായിട്ട് നമ്മളിപ്പോൾ പഞ്ചസാര ഒരു തുരുമ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രക്തക്കുഴലുകളുടെ ഉൾഭാഗം ഇത് കട്ടിപിടിപ്പിക്കുകയും ലേറ്ററായിട്ട് അത് ചുരുങ്ങി പോകുമ്പോൾ ആണ് നമുക്ക് ഈ സിംറ്റംസ് അല്ലെങ്കിൽ ഹൃദയാഘാതം പോലുള്ളവ മെയിനായിട്ട് വരുന്നത്. ഡയബറ്റിസ് ഉള്ളവർക്ക് ഹൃദയരോഗം മെയിനായിട്ട് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഡയബറ്റിസ് ഒറ്റയ്ക്കല്ല ഉണ്ടാവുന്നത്. കൂടെ ഹൈ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് കൂടുക, പിന്നെ LDL കൊളസ്ട്രോൾ കൂടുക, HDL കൊളസ്ട്രോൾ കുറയുക, ഇതൊക്കെ ആകുമ്പോൾ ഒരു മെറ്റബോളിക് സിൻഡ്രോം ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നു. അതായത് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണിത്. ഡയബറ്റിസിൽ നാഡികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനാൽ നമുക്കിപ്പോൾ ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ നെഞ്ചുവേദന തോന്നുന്നില്ല, പകരമായിട്ട് ഉണ്ടാവുക അമിതമായ ക്ഷീണം, അമിത വിയർപ്പ്, അത് ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുക, പിന്നെ കഴുത്ത്, താടി, പുറത്തൊക്കെ വേദന തോന്നും, ഇത്തരം സിംറ്റംസ് എനിക്ക് ഉണ്ടാവും. അതിന് ശ്വാസം മുട്ടൽ തോന്നും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യണം. കാരണം ഡയബറ്റിസിലെ ഹൃദയരോഗങ്ങൾ വരാനുള്ള സാധ്യത മുൻകൂറായി കണ്ട് നമ്മൾ ഇത്തരം സിംറ്റംസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. റീസെൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ കണ്ട കാര്യം നോക്കാം. 52 വയസ്സുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു. 10 വർഷമായിട്ട് ഇദ്ദേഹം ഡയബറ്റിക് ആണ്. എന്നാലും നെഞ്ചുവേദന പോലുള്ള ഒരു സിംറ്റംസ് ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് അമിതമായിട്ടുള്ള ക്ഷീണമായിരുന്നു. അപ്പോൾ ഒരു റുട്ടീൻ ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് ഹൃദയത്തിന്റെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ ഹൃദയാഘാതം വരെ സിവിയർ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അമിത ക്ഷീണം അദ്ദേഹം നെഗ്ലക്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അപകടകരമായ വിധത്തിൽ ഹെൽത്തിന് പ്രോബ്ലംസ് ഉണ്ടാവുമായിരുന്നു. HbA1c കൂടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ പ്രോബ്ലംസും കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതായത് HbA1c ഒരു 1% കൂടുമ്പോൾ തന്നെ 15 to 20% പ്രോബ്ലംസ് ഉണ്ടാവുന്നു ഹാർട്ടിൽ നിന്നാണ് പറയപ്പെടുന്നത്. ഷുഗർ കൺട്രോളിലാണെങ്കിലും ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ LDL കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ള പേഷ്യൻസിലെ ഹൃദയാരോഗ്യം അത്ര നല്ലതായിട്ട് കാണപ്പെടാറില്ല. അതുകൊണ്ടാണ് മിക്ക പേഷ്യൻസിനും ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഇതിന്റെ ടാബ്ലറ്റ് കൂടെ കൂടുതലായിട്ട് കൊടുത്തിട്ട് കണ്ടിട്ടുള്ളത്. പുകവലി, വ്യായാമമില്ലായ്മ, രാത്രി ഉറക്കക്കുറവ്, അതുപോലെ തന്നെ സ്ഥിരമായിട്ടുണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ജങ്ക് ഫുഡ് അധികമായിട്ട് കഴിക്കുന്നത്, പിന്നെ എണ്ണയിൽ വറുത്തത് പോലുള്ളവ കഴിക്കുന്നതൊക്കെ ഹൃദയത്തിന്റെ ആരോഗ്യം താറുമാറാക്കുന്നവയാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 30 മിനിറ്റ് നടക്കുന്നത് പോലും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. പച്ചക്കറികൾ, ഹോൾ ഗ്രാം, അതുപോലെ തന്നെ നല്ല കൊഴുപ്പ്, കുരുമുളക്, നട്ട്സ്, പിന്നെ വിത്തുകൾ, അതായത് പംകിൻ സീഡ്സ് പോലെയുള്ളവ, ഇവയൊക്കെ നമ്മൾ മെയിനായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ആവശ്യമായ അളവിൽ പ്രോട്ടീനും. പിന്നെ നമ്മൾ കുറയ്ക്കേണ്ടത് ജങ്ക് ഫുഡ്സ് കുറയ്ക്കുക, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ കുറയ്ക്കുക, അതുപോലെ തന്നെ പാക്കേജ്ഡായിട്ട് വരുന്ന ഡയബറ്റിക് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നവ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും നമ്മുടെ ബോഡിക്ക് ഹാനികരമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഡയബറ്റീസിന് നമ്മൾ നല്ലതെന്ന് കരുതുന്നത് അവ മാത്രമേ നമ്മളെ ഹൃദയാരോഗ്യം കൂടി സംരക്ഷിക്കൂ എന്നുള്ള ബോധത്തിൽ മാത്രം ഭക്ഷണം കഴിക്കുക. ഡയബറ്റിക് പേഷ്യൻസ് നിർബന്ധമായ ഒരു ടൈം ഗ്യാപ്പിൽ ചെയ്യേണ്ട ടെസ്റ്റുകളാണ് ലിപ്പിഡ് പ്രൊഫൈല്, ECG, ഇക്കോ ടെസ്റ്റ്, TMT ഒക്കെ ഇപ്പോൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് മാത്രം ആവശ്യമെങ്കിൽ മാത്രം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് മുതലായവ, ഇവയൊക്കെ ഒരു സിംറ്റംസ് കാണിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹൃദയത്തിന്
സംഭവിച്ചിട്ടുണ്ടെന്നോ ഇതോ ഹൃദയാഘാതത്തിനുള്ള ചാൻസസ് ഉണ്ടോയെന്ന് വരെ നമുക്ക് അറിയാൻ പറ്റും. ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഒരു പ്രോപ്പർ ടൈം ഗ്യാപ്പിൽ, അതായത് ഡോക്ടറെ കാണുമ്പോൾ എത്ര ഇടപെട്ട് ചെയ്യണമെന്ന് പറയുന്നോ ആ ഒരു ഗ്യാപ്പിൽ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡയബറ്റീസിൽ ഹൃദ്രോഗം വരാതെ തന്നെ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. അതിന് നല്ല ഷുഗർ നിയന്ത്രണവും BP ആൻഡ് കൊളസ്ട്രോൾ കൺട്രോൾ, പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണം ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിലും ഹൃദ്രോഗം വരാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ടെസ്റ്റുകൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾക്കായി ഫോളോ ചെയ്യുക. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.